എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ല ദോശയും തേങ്ങ ചമ്മന്തിയാണ് കേട്ടോ. ചുവന്ന കളറിലുള്ള തേങ്ങ ചമ്മന്തി. അപ്പോൾ നമ്മുടെ പണ്ടത്തെ ചായക്കടയിലും പിന്നെ അമ്മമാരൊക്കെ ഇതേ രീതിയിലുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കി തന്നിരുന്നത്. നല്ല തട്ട് ദോശ സ്റ്റൈലിലുള്ള ദോശയും തേങ്ങ ചമ്മന്തിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അര കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ 3-4 കൊച്ചുള്ളിയും പിന്നെ ഒരു ചെറിയ പീസ് പുളി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ഇല മാത്രം കറിവേപ്പില, പിന്നെ മുളക് പൊടി, അത് എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു ചൂടുവെള്ളം, തിളച്ച വെള്ളമല്ല, ഒരു മീഡിയം സൈസ്, എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ലപോലെ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ചമ്മന്തിയുടെ ഒരു അരവുണ്ടല്ലോ അത്. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി, ലൈറ്റ് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് വറവിട്ട് കൊടുക്കണം, കടുക് വറുത്തിടണം. അപ്പോൾ കടുക് വറുത്തതിന് ശേഷം അതിലേക്ക് ഈ ചമ്മന്തി ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ പതുക്കെ തിള വരുന്നവരെ നമുക്ക് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഇതിലേക്ക് കടുക് വറുത്തിടാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കടുക് വറുത്തിട്ട് കുറച്ച് കൊച്ചുള്ളിയും കൊല്ലമുളകും കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതല്ലെങ്കിൽ ചമ്മന്തി ഇതിലേക്ക് ഒഴിച്ചാലും മതി. എനിക്ക് ഇതേ രീതിയിൽ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതുപോലെ ചെയ്തിട്ടുണ്ട്. ചമ്മന്തിക്ക് ഇത്രയും ലൂസ് വേണ്ടെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് ഇച്ചിരി ലൂസാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ചമ്മന്തി എടുക്കുന്നത്. എന്നാലാണ് കേട്ടോ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ കുതിർത്ത് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ദോശ ചുട്ടാലോ. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് എണ്ണ തടവിയിട്ട് ദോശമാവ് ഒഴിച്ചെടുത്ത് ഒരല്പം നെയ്യൊക്കെ ഒഴിച്ചതാ നമ്മുടെ തട്ട് ദോശ ഇവിടെ റെഡി. എന്നിട്ട് ഇലയിൽ ഒന്ന് വെച്ചെടുത്ത് അതിലേക്ക് ചമ്മന്തിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴിക്കണം. ആഹാ, എന്താ ടേസ്റ്റ്! അപ്പോൾ എല്ലാവർക്കും ഇതുപോലെയൊക്കെ ചെയ്യാനറിയാം. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലൊന്ന് കാണിച്ചെന്ന് മാത്രം. അപ്പം നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.